ഞാൻ ഓഡിഷന് പോയിരുന്ന സമയത്തുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഇപ്പോഴും ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പോഴും ഞങ്ങൾ മെസ്സേജ് ചെയ്യാറുണ്ട്. അന്ന് ഓഡിഷന് പോയിരുന്നവർ ഇന്നും ഓഡിഷന് പോകുന്നുണ്ട്. ഇത്ര വർഷമായിട്ടും അവരിന്നും അവിടെ വേറെ എന്തെങ്കിലും പുതിയ ഓഡിഷൻ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഞാൻ ആലോചിക്കും, അഖില്, ബിവിൻ, അവരൊക്കെ ഇങ്ങനെ ഇപ്പോഴും അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്, പ്രതിജ്ഞൻ, അവരൊക്കെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് കാണുമ്പോൾ നമുക്ക് ഇതിനോടുള്ള ഇഷ്ടം, ഇതിനോടുള്ള പാഷൻ. ഒരു ഭയങ്കര റിസ്ക് ഉള്ളൊരു ഏരിയ ആണല്ലോ. അപ്പോൾ അവിടെ നമുക്ക് ഒരാൾക്കൊരു അഡ്വൈസ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊരു പ്രത്യേക വഴിയൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല സിനിമയ്ക്ക്. നിങ്ങൾ ഇന്നാളെ പോയി ഇന്ന വഴി പോയ എന്തോരം പേരാണ് ഇങ്ങനെ സിനിമയിലെ അവസരം ഇതിനായിട്ട് ഇങ്ങനെ ഓഡീഷന് വേണ്ടി കയറി ഇറങ്ങുന്നത്. വളരെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ. നമ്മുടെ ജോജി ചേട്ടൻ ഒരുപാട് ഈ രീതിക്ക് കിട്ടിയാണ് ജോജി ചേട്ടൻ തന്നെ. പിന്നെ ലുക്മാൻ, പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് നോക്കുമ്പോൾ ഉള്ള പാഷൻ. എന്തായിരുന്നാലും എന്തെങ്കിലും നിങ്ങളും എത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഇങ്ങനെ ഓരോ കാര്യം കിട്ടിയില്ല അതിനു വേണ്ടി തന്നെ ഡെഡിക്കേറ്റഡ് ആണ്. പിന്നെ അതൊരു അവസരം മാത്രമാണ്. അതിന് വേണ്ടി ഇങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നടക്കുന്നതിന് തെറ്റില്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പം നല്ല ജോലിയും കൂടെ വേണം. ഒരു സാധനം കയ്യിൽ കരുതി വെച്ചിട്ട് വേണം നമ്മൾ മറ്റുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും അല്ല, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിലേക്ക് ഇറങ്ങുന്നവർക്കും അതുപോലെ തന്നെ സിനിമയിലേക്ക് ഇങ്ങനെ ചാൻസ് ചോദിക്കാൻ നിൽക്കുന്നവർ എപ്പോഴും ഒരു ജോലി കയ്യിലുണ്ടായിട്ട് വേണം ഇങ്ങനത്തെ ചാൻസുകളൊക്കെ ചോദിക്കുന്നത്. ഇതിനായിട്ട് വേണ്ടി മാത്രം നടക്കരുത്. കുടുംബവും കൂടെ നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടും കൂടെ നിങ്ങൾ മാനേജ് ചെയ്യാൻ ശ്രമിച്ചാൽ നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ, കഴിവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എത്തും. തീർച്ചയായിട്ടും അവരൊക്കെ ലുക്മാനെ പോലെ ഇതുപോലെ തന്നെ അവർ ഇൻ്റർവ്യൂവിൽ വന്നിരിക്കാൻ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.